എൻ്റെ മോനെ എന്ത് സീൻ ഫോട്ടോസാല്ലേ ഇതൊക്കെ. ഇതൊക്കെ വല്ല പ്രീസെറ്റ്സ് ആയിരിക്കുമല്ലോ. എന്നിട്ട് താങ്ങിയത് നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് ഫ്രീ ലൈറ്റ് റൂം പ്രീസെറ്റ്സ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് റിസൾട്ട്സ് വരും അല്ലേ. ഒറ്റ ക്ലിക്കിൽ 500 പ്രീസെറ്റ്സ്, 1000 പ്രീസെറ്റ്സ്, സിനിമാറ്റിക് പ്രീസെറ്റ്സ്, മൂഡി പ്രീസെറ്റ്സ്, കാറ്, ബൈക്ക് എന്നിങ്ങനെ നമ്മൾ എടുത്തിരിക്കുന്ന ഓരോ ഫോട്ടോനും ഇപ്പോൾ ഒരു പ്രീസെറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒരുപാട് പ്രീസെറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരാളാണെന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ശരിയായിട്ടുള്ള രീതിയിലല്ല ഈ പ്രീസെറ്റ്സ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ വെറുതെ നിങ്ങളുടെ സമയം കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ഹലോ ഗൈസ്, എൻ്റെ പേര് ഓസ്റ്റിൻ. ഈ ഒരു ചാനലിൽ നമ്മൾ ഫോട്ടോഗ്രാഫി ആൻഡ് ഫിലിം മേക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കണ്ടന്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അപ്പുറത്തുള്ള ഒരു ബെൽ ബട്ടണോടെയും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് അടക്കാം. നമ്മൾ ഈ പ്രിസെറ്റ്സിനെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ് ഈ പ്രിസെറ്റ്സ് എന്നും എന്തിനാണ് നമ്മൾ പ്രിസെറ്റ്സ് യൂസ് ചെയ്യുന്നതാണ്. നമ്മളൊരു ഫോട്ടോ എഡിറ്റ് ചെയ്തിട്ട് ആ ഒരു ഫോട്ടോയുടെ എഡിറ്റിംഗ് അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമ്മൾ സേവ് ചെയ്ത് വെക്കുകയാണ്. ഫ്യൂച്ചറിൽ നമ്മൾ ഫോട്ടോസ് എഡിറ്റ് ചെയ്യുമ്പോൾ ആ സെയിം സെറ്റിംഗ്സ് ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമുക്ക് നമ്മുടെ ഫോട്ടോയിൽ അപ്ലൈ ചെയ്തുകൊണ്ട് ത്രൂ ഔട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് കിട്ടാനാണ് നമ്മൾ ഈ പ്രീസെറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമയം ലാഭിക്കാൻ, അതല്ലെങ്കിൽ എഡിറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് കുറച്ചും കൂടി കൺവീനിയൻ്റ് ആക്കാനാണ് നമ്മൾ പ്രിസെറ്റ്സ് യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മളിൽ പല ആൾക്കാരും ഈ പ്രിസെറ്റ്സ് എന്താണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേവറേറ്റ് ക്രിയേറ്റേഴ്സിൻ്റെ എഡിറ്റിംഗ് സ്റ്റൈൽ കോപ്പി പേസ്റ്റ് ചെയ്ത് നമ്മുടെ ഫോട്ടോയിൽ കൊണ്ടുവരാനാണ്. അപ്പോൾ നിങ്ങൾ ധാരാളം പ്രിസെറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരാളാണെന്ന് വെച്ചാൽ നിങ്ങൾ പലപ്പോഴും ഈ ഒരു ഇഷ്യൂ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഒരു ക്രിയേറ്റർ ക്ലെയിം ചെയ്യുന്ന അതേ ലുക്ക് ആയിരിക്കില്ല ചിലപ്പോൾ നമ്മൾ ആ ഒരു പ്രിസെറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഫോട്ടോയിൽ കാണാൻ പറ്റുന്നത്. ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഞാനൊരു ക്രിയേറ്ററാണ്. ഞാൻ ഇന്നൊരു ഷൂട്ടിന് പോയി ഞാൻ 20 ഫോട്ടോസ് ഞാൻ എടുത്തു. അതിലൊരു ഫോട്ടോ ഞാൻ എഡിറ്റ് ചെയ്ത് ഒരു പ്രിസെറ്റായിട്ട് ഞാൻ സേവ് ചെയ്യാണ്. ഞാൻ ആ ഒരു പ്രിസെറ്റ് ബാക്കി 19 ഫോട്ടോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യം സാറ്റിസ്ഫാക്ടറി ആയിട്ടൊരു റിസൾട്ട് കിട്ടും. എന്ന് വെച്ചാൽ ഞാൻ നാളൊരു ഷൂട്ടിന് പോയി ഒരു 20 ഫോട്ടോസ് എടുത്തിട്ട് ഈ സെയിം പ്രിസെറ്റ് അവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നല്ല റിസൾട്ട് കിട്ടണമെന്ന് ഒരു നിർബന്ധമില്ല. കാരണം എന്ന് പറയുന്നത് ഈ 2 ഫോട്ടോസ് എടുത്തിരിക്കുന്നത് വേറെ ലൊക്കേഷൻസിലാണ്, വേറെ സമയങ്ങളിലാണ്, വേറെ ലൈറ്റിംഗ് കണ്ടീഷൻസിലാണ്. അപ്പോൾ ഒരു പ്രിസെറ്റ് വെച്ച് നമുക്ക് എല്ലാ ഫോട്ടോസും നമുക്ക് ഒരുപോലെ എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് എഡിറ്റിംഗ് അറിയുന്ന ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സെയിം പ്രിസെറ്റ് തന്നെ മറ്റേ സീരീസ് ഓഫ് ഫോട്ടോസിൽ ഇട്ടുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ചേഞ്ചസ് വരുത്താനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഏത് ക്രിയേറ്ററിൻ്റെ പ്രിസെറ്റ് നമ്മൾ യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാലും ഒറ്റ ക്ലിക്കിൽ പരിപാടി തീർത്ത് ആ ഒരു ക്രിയേറ്ററിൻ്റെ സെയിം ലുക്ക് കിട്ടുമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ തീരെ എഡിറ്റിംഗ് അറിയാത്ത ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഒറ്റ ക്ലിക്കിൽ തീർക്കാനാണ് നിങ്ങൾ പ്രിസെറ്റ്സ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തെറ്റായ രീതിയിലാണ് പ്രിസെറ്റ്സ് യൂസ് ചെയ്യുന്നത്. മറിച്ച് നിങ്ങളൊരു പ്രിസെറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുത്തേണ്ടത്, എന്താണ് ഇവിടെ കൂടുതൽ, എന്താണ് ഇവിടെ കുറവെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്താനായിട്ട് നിങ്ങൾക്ക് അറിയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സമയം നിങ്ങൾക്ക് ലാഭിക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള റിസൾട്ട്സ് നിങ്ങൾക്ക് കിട്ടും. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും വീണ് പോകുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഒറ്റ ക്ലിക്കിൽ 500-1000 പ്രിസെറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിലാണ്. നമ്മളത് കണ്ടു, ഫ്രീ ആയിട്ടാണല്ലോ കിട്ടുന്നത്. നമ്മൾ ഈ 1000 പ്രിസെറ്റ്സ് ഒക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഫോണിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കും. ഇവിടെ നമ്മൾ പ്രീസെറ്റ്സ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? നമ്മുടെ സമയം ലാഭിക്കാനാണ്. പക്ഷേ നമ്മൾ ഇത്ര അധികം പ്രീസെറ്റ്സ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമയം നമ്മൾ വെറുതെ വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു എക്സാമ്പിൾ പറയാം. എൻ്റെ 2 ഫോട്ടോ ഉണ്ട്, എൻ്റെ ഒറ്റ പ്രിസെറ്റ്സ് ഇല്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക, മാനുവലി ഈ 2 ഫോട്ടോസ് ഞാൻ എഡിറ്റ് ചെയ്യും. മേ ബി ഒരു അരമണിക്കൂർ എടുക്കും. ഇനി അതല്ല, എൻ്റെ ഒരു പ്രിസെറ്റ് ഉണ്ടെന്നൊക്കെ ഞാൻ ഈ ഒരു പ്രിസെറ്റ് ഞാൻ ഈ 2 ഫോട്ടോസ് ഞാൻ അപ്ലൈ ചെയ്യും. ആവശ്യമുള്ള ചേഞ്ചസ് ഞാൻ വരുത്തും. അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടും. അതിന് വേണമെങ്കിൽ ഏകദേശം ഒരു 15 മിനിറ്റ് എടുത്തു നിൽക്കാം. പക്ഷേ നിങ്ങളിൽ 2 ഫോട്ടോസും ഉണ്ട്, 500 പ്രിസെറ്റ്സും ഉണ്ട്. നിങ്ങൾക്ക് എത്ര സമയം എടുക്കും? നമ്മൾ ആ ഒരു ഫോട്ടോയിൽ നമ്മൾ ആദ്യം ഒരു പ്രിസെറ്റ് അപ്ലൈ ചെയ്തു, നമുക്ക് അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ലുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ അടുത്ത പ്രിസെറ്റ് നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കി, അപ്പോൾ അതും വലിയ കുഴപ്പമില്ല. നമ്മൾ അടുത്തൊരു പ്രിസെറ്റ് എടുത്തു, അപ്പോൾ അത് നമുക്ക് തീരെ ഇഷ്ടമായില്ല. അങ്ങനെ നമ്മൾ മാനുവലി ഓരോ പ്രിസെറ്റും നമ്മൾ അപ്ലൈ ചെയ്ത് ട്രയൽ ആൻഡ് എറർ പോലെ നമ്മൾ നോക്കി ഒരുപാട് സമയം കളയും. നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ആണ്. നമുക്ക് ഈ പ്രിസെറ്റ് യൂസ് ചെയ്യുന്നോ ആ പ്രിസെറ്റ് യൂസ് ചെയ്യണോ എന്നൊക്കെ നമുക്ക് ഒരുപാട് കൺഫ്യൂഷനാണ്. ആൻഡ് അറ്റ് ദി വെരി എൻഡ് എന്ന് പറയുന്നത് നമ്മൾ വെറുതെ സമയം കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇതേപോലെ 1000-2000 എന്ന് പറയുന്ന ഒരു കണക്കിൽ നിങ്ങൾ വീഴാതെ, നിങ്ങൾക്കൊരു ക്രിയേറ്ററിൻ്റെ എഡിറ്റിംഗ് സ്റ്റൈൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ആൻഡ് നിങ്ങളുടെ കയ്യിൽ അതുപോലത്തെ എഡിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സിമിലർ ആയിട്ടുള്ളൊരു ഫോട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമ്പയർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫോട്ടോ നിങ്ങൾ മാനുവലായിട്ട് എഡിറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടേതായ പ്രീസെറ്റ്സ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക. അതായത് നമ്മൾ ആ ഒരു ലുക്ക് നമ്മളിവിടെ അനലൈസ് ചെയ്ത് അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ഓരോ സ്ലൈഡ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ആ ഒരു സിമിലർ ലുക്ക് കിട്ടാനായിട്ട് നമ്മൾ കുറച്ച് പണിയെടുക്കുക.
അങ്ങനെ ആകുമ്പോൾ നമ്മൾ എഡിറ്റിംഗ് പഠിക്കുകയും ചെയ്യും, നമ്മുടെ എഡിറ്റിംഗ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അതുമാത്രമല്ല നമുക്ക് നമ്മുടേതായ ഒരു യൂണീക്ക് സ്റ്റൈൽ കൊണ്ടുവരാനായിട്ട് പറ്റും. വേറെ ഒന്നുമില്ല, നമുക്ക് ബാക്കി ക്രിയേറ്റേഴ്സിൻ്റെ ഒരു എഡിറ്റിംഗ് സ്റ്റൈൽ കോപ്പി അടിച്ചുകൊണ്ട് നമുക്ക് ഒന്നും കിട്ടാനായിട്ട് പോകുന്നില്ല. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മുടേതായിട്ടുള്ള എഡിറ്റിംഗ് സ്റ്റൈൽ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഈ എഡിറ്റിംഗ് എന്ന് പറയുന്ന പ്രൊസീജിയറിൽ നമുക്ക് ഒരു ലിമിറ്റേഷൻസും വരുന്നില്ല. നമുക്ക് ലൈറ്റ് റൂം മൊബൈൽ വരുന്നുണ്ട്, സ്നാപ്സീഡ് ഉണ്ട്, പിക്സാർട്ട് ഉണ്ട്. ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വളരെ യുണീക്ക് ആയിട്ടുള്ള എഡിറ്റിംഗ് സ്റ്റൈൽ നമുക്ക് നമ്മുടെ ഫോട്ടോസിൽ കൊണ്ടുവരാനായിട്ട് പറ്റും. നമ്മുടെ യുണീക്ക് എഡിറ്റിംഗ് സ്റ്റൈലാണ് ആക്ച്വലി ഓഡിയൻസിന് നമ്മളെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. ഈ ഒരു എഡിറ്റിംഗ് സ്റ്റൈൽ കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും അത് ഈ ചെക്കൻ്റെയാണ്. ഇവൻ്റെ എല്ലാ ഫോട്ടോസും ഈ ഒരു തീമിലാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ അതേപോലെ നിങ്ങളുടെ യുണീക്ക് ആയിട്ടുള്ള എഡിറ്റിംഗ് സ്റ്റൈൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ എന്തായാലും ഈ വീഡിയോയുടെ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടുണ്ടായിരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്കിനി പുതിയൊരു വീഡിയോയിൽ ഇനി കാണാം. അതൊരു ബൈ, പീസ്. ഹേ സിറി, എൻ്റെ അടിപൊളി ഫോട്ടോസ് എഡിറ്റ് ചെയ്യാനായിട്ട് കുറച്ച് നല്ല സിനിമാറ്റിക് മൂഡി ലൈറ്റ് റൂം പ്രീസെറ്റ്സ് എനിക്കൊന്ന് കാണിച്ചു തരുമോ? നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ തിരയുക. ഞാൻ ഇപ്പോൾ നിങ്ങളെ സഹായിക്കാൻ പോകുന്നില്ല.